കോഴിക്കോടേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ദളിത് പ്രസിഡന്റ് ഭരിച്ച ചങ്ങരേത്ത് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി ചാണകവെള്ളം തെളിച്ച സംഭവത്തിൽ 10 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. SC/ST ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. SC വിഭാഗത്തിൽപ്പെട്ട തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വെങ്ങേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് ഭരണം പിടിച്ചതിന് പിന്നാലെ നടന്ന UDF വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഇത്തരം ഒരു നീക്കമുണ്ടായത്. കോഴിക്കോട് നിന്നും ശ്യാമപ്രസാദാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഈ UDFന് മേൽക്കൈ ലഭിച്ച പല സ്ഥലങ്ങളിലും വളരെ അതിരുവിട്ട രീതിയിലുള്ള പ്രകോപനം നിറഞ്ഞ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുസ്ലിം ലീഗുകാർ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിച്ച പഞ്ചായത്തിൽ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി അവിടെ ചാണകവെള്ളം തെളിക്കുന്നു. നേരെ മലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ പാട്ടിടാൻ പറ്റില്ല എന്ന രീതിയിലുള്ള പ്രകോപന മുദ്രാവാക്യം വിളിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുകയാണോ ശ്യാം? ഗൗതം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിലെ ചെങ്ങരോത്ത് പഞ്ചായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കിടെയായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ ചെങ്ങരോത്ത് പഞ്ചായത്തിലേക്ക് എത്തുകയും ചെങ്ങരോത്ത് പഞ്ചായത്തിൽ ഈ ബക്കറ്റിൽ കൊണ്ടുവന്ന ചാണകവെള്ളം തളിച്ച് ഇത്തരത്തിൽ ശുദ്ധികലശം നടത്തുന്ന രീതിയിലേക്ക് ഉള്ള നടപടികൾ പോവുകയും ചെയ്തത്. സംഭവം വിവാദമായതോടുകൂടി തന്നെ ലീഗ് പ്രവർത്തകർക്കെതിരെ അന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ഉണ്ണി വേങ്ങേരി അന്ന് തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അന്വേഷണം മെല്ലെ കൊണ്ടുപോയെങ്കിലും പരാതി വിവിധ കോണുകളിൽ നിന്ന് ശക്തമായൊരു സാഹചര്യത്തിൽ പോലീസ് 10 പേർക്കെതിരെ കണ്ടലറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ സമീപവാസികളായ ലീഗ് പ്രവർത്തകരായ സുബൈർ, ഫൈസൽ, നൌഫൽ, റംഷാദ് തുടങ്ങിയ 5 പേർക്കെതിരെ മറ്റ് കണ്ടലറിയുന്ന 5 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ SC/ST ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്ന. പട്ടികജാതി പട്ടികവർഗ നിയമത്തിലെ ഈ പ്രകാരം കേസെടുത്തെങ്കിലും ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. പ്രധാനമായും പോലീസ് നമ്മൾ ബന്ധപ്പെടുമ്പോഴും പോലീസ് പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമോ കാര്യങ്ങളാണ് പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഈ ചെങ്ങരോത്ത് പഞ്ചായത്തിൽ നിലവിൽ ഒരു സംവരണ വാർഡ് കൂടിയായിരുന്നു. ആ ഒരു പഞ്ചായത്തിലാണ് കഴിഞ്ഞ ഭരണസമിതി, അതായത് ഉണ്ണി വേങ്ങേരിയായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. LDF ഭരണസമിതിയായിരുന്നു. LDF ഭരണസമിതി ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ UDF ആയിരുന്നു ഭരണം പിടിച്ചെടുത്തത്. ഇത്തവണ ഈ ഒരു വിജയാഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ലീഗ് പ്രവർത്തകർ ബക്കറ്റിൽ കൊണ്ടുവന്ന ചാണകവെള്ളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തളിച്ച് ചോലുകൊണ്ട് ഇത്തരത്തിൽ അടിച്ച് ശുദ്ധികലശം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഉണ്ണി വേങ്ങേരി പേരാമ്പ്ര പോലീസിൽ സമീപിക്കുന്നത്. പേരാമ്പ്ര പോലീസ് ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ ആവശ്യമുയർന്ന ഒരു ഘട്ടത്തിലാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത്. ഈ 10 പേർക്കെതിരെ ലീഗ് പ്രവർത്തകരായ 10 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്കോ സ്റ്റേഷനിലേക്കോ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആരായുന്നതിന് പോലും പോലീസ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ കാര്യം. നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെല്ലെപ്പോക്ക നയമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ ഒരു ജനവികാരം തന്നെയാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഗൗതം. ഓക്കെ ശ്യാം, ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വലിയ ദളിത് ആക്ടിവിസ്റ്റുകളും അതോടൊപ്പം തന്നെ ദളിത് സ്നേഹം പറയുന്നവരുമൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ പോലും കേരളത്തിൽ വലിയ കലാപം നടത്താറുണ്ട്. പക്ഷേ അത്തരം ആളുകളൊന്നും ഈ വളരെ ദാരുണമായ വിഷയം നമ്മുടെ സംസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന ദൃശ്യമാണ് ഈ പുറത്തു വരുന്നത്. ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ദളിതർ ഇരയായിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മുൻപോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ദളിത് ആക്ടിവിറ്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിലൊരു മുന്നോട്ട് വരുന്നൊരു സാഹചര്യം അത് ഈ കേസുകളിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിനെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും സാംസ്കാരിക പ്രവർത്തകരടക്കം പല സംഭവങ്ങളിലടക്കം പ്രതികരിക്കുക എന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു കേസും അല്ലെങ്കിൽ ഈ ഒരു സംഭവം വിവാദമായ ഘട്ടത്തിൽ പോലും ഇതുവരെ ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ വാദം, അതായത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് അവിടെ ജാതീയമായ ഒരു അധിക്ഷേപം നടന്നിട്ടില്ല, ഒരു പ്രതീകാത്മകമായ ഒരു സംഭവം മാത്രമാണ് നടന്നത്. ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപമാണെന്ന് തെളിഞ്ഞാൽ അതിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരിനം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് തരാം, അത് തെളിയിക്കപ്പെടുന്നവർക്ക് തരാം എന്ന് തന്നെയാണ് ഈ PMA സലാം ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം ഉൾപ്പെടെയുള്ള ഉയർത്തുന്ന വാദം. എന്തായാലും അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല
ഉണ്ടായിട്ടില്ല എന്നാണ് ലീഗ് ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദം. ഗൗതം. ഓക്കെ ശ്യാം, എന്തായാലും വളരെ ദാരുണമായ സംഭവം, കേരളത്തിന്, നമ്മുടെ രാജ്യത്തിനൊട്ടാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിലിരുന്ന ഒരു പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനും UDF-നും ഭരണം ലഭിക്കുന്ന ഘട്ടത്തിൽ അവിടെ ചാണകവെള്ളം തെളിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്നത് ഈ UDF-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം മലപ്പുറത്ത് ഒരു പഞ്ചായത്തിൽ മേധാവിത്വം ലഭിച്ചപ്പോൾ UDF-ൻ്റെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം അമ്പലത്തിൽ മേലാൽ പാട്ടിട്ട് പോകരുതെന്നാണ്. അതായത് അമ്പലത്തിലെ പാട്ടൊക്കെ അമ്പലത്തിനകത്ത് മതി, അത് കോളാമ്പി വെച്ച് പുറത്തോട്ട് കേൾപ്പിക്കേണ്ട എന്ന മുദ്രാവാക്യം മലപ്പുറത്ത് ഉയർന്നുണ്ടായിരുന്നു. കോഴിക്കോടേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ദളിതനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന സ്ഥലത്ത് ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുന്ന രീതിയിലേക്ക് ശുദ്ധമായ തെമ്മാടിത്തരമാണ് ഈ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ശ്യാമപ്രസാദാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്. ഇനി